നമുക്കറിയാം 4 പ്രധാന സത്യങ്ങളാണ്, വിശ്വാസ സത്യങ്ങളാണ് മാതാവിനെ കുറിച്ച് സഭ നമ്മോട് പഠിപ്പിക്കുക. 1, പരിശുദ്ധ അമ്മ ദൈവ മാതാവാണ്. 2, പരിശുദ്ധ അമ്മ നിത്യ കന്യകയാണ്. 3, പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ്. 4, പരിശുദ്ധ അമ്മ സ്വർഗാരൂപിതയാണ്. ഗുരുവിൻ്റെ അടുക്കിലേക്ക് ശിഷ്യൻ പൂക്കളുമായിട്ട് സമർപ്പിക്കാനായിട്ട് കടന്നു വരികയാണ്. ഗുരുവിൻ്റെ അടുത്തെത്തി ശിഷ്യനോട് ഗുരു താഴെയിടുക എന്ന് പറയുകയാണ്. ശിഷ്യൻ തൻ്റെ വലത് കയ്യിലിരുന്ന പൂക്കൾ ഗുരുവിൻ്റെ പാദാന്തികത്തിൽ സമർപ്പിക്കുകയാണ്. വീണ്ടും ഗുരുവിനെ നോക്കുമ്പോൾ ഗുരു പറയുകയാണ് ശിഷ്യനോട് താഴെയിടുക. ഇടത് കയ്യിലുള്ള പൂക്കളെ കൂടി ഗുരുവിൻ്റെ പാദാന്തികത്തിൽ സമർപ്പിക്കുന്ന ശിഷ്യൻ വീണ്ടും ഗുരുവിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഗുരു പറയുകയാണ് താഴെയിടുക. ഗുരുവിനെ ഈ താഴെയിടുക എന്ന് വീണ്ടും പറഞ്ഞപ്പോൾ ശിഷ്യന് തെല്ലൊരു അങ്കലാപ്പുണ്ടാവുകയാണ്. ഇനി എന്താണ് ഞാൻ താഴെയിടേണ്ടത്? നിന്റെ അഹം മമഭാവത്തെ, നിന്റെ ഈഗോയെ നീ താഴെയിടുക. നിന്റെ അഹം മമഭാവത്തെ നീ താഴെയിടുമ്പോൾ, ഉപേക്ഷിക്കുമ്പോൾ നിനക്ക് ലഭിക്കുന്നത് വലിയൊരു സ്വാതന്ത്ര്യമാണ്. എവിടെ നിന്ന്? നിന്റെ ജീവിത പങ്കാളിയിൽ നിന്ന്, നിന്റെ മാതാപിതാക്കളിൽ നിന്ന്, നിന്റെ മക്കളിൽ നിന്ന്, നിന്റെ സഹോദരങ്ങളിൽ നിന്ന്. മാതാവിൻ്റെ ഏറ്റവും സുന്ദരമായ ഈ കാനായിലെ വിവാഹ വിരുന്നിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊക്കെ വേണ്ടിയിട്ട് ഈ സ്വാതന്ത്ര്യം ലഭിക്കാൻ മാതാവ് പഠിപ്പിക്കുന്ന 3 കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കാണേണ്ടത് ഇതാണ്. ഇതാ ദൈവപുത്രനോട് മാതാവ് കടന്നു ചെന്ന് പറയുകയാണ് അവർക്ക് വീഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്ന ഒരു നിമിഷം മാതാവ് നിങ്ങളുടെ ജീവിതങ്ങളിൽ വീഞ്ഞില്ല എന്ന് പറയുന്ന ഒരു നിമിഷത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാതാവിനോടൊപ്പം യാത്ര ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്ങനെ? എപ്രകാരം? മാതാവിൻ്റെ ജപ വഴികളിലൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാവിൻ്റെ ജപ വഴികളിലൂടെ നമ്മൾ കടന്നു ചെന്ന് മാതാവിനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ നിന്റെ ജീവിതത്തിൽ വീഞ്ഞില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ആർക്ക് പങ്കുവെക്കും? സുധനോട് പങ്കുവെക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നിച്ച് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ വീഞ്ഞ് തീർന്നു പോകുമ്പോൾ മാതാവ് പ്രിയസുധനോട് പറയണമെങ്കിൽ മാതാവിനോടൊപ്പം നമ്മൾ യാത്ര ചെയ്യണമെന്ന് മാതാവ് പഠിപ്പിക്കുക. ഇനി ഇതാ പുത്രനോട് ചെന്ന് പറയുകയാണ് അവർക്ക് വീഞ്ഞില്ല. യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്? എങ്കിലും മാതാവ് പിന്നെ അവിടെ കൂടി നിന്നവരോട് പറയുന്നൊരു കാര്യം എന്താണ്? അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക. അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക. നമ്മുടെ ജീവിതങ്ങളിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകണമെങ്കിൽ മാതാവ് എന്താ നമ്മളെ പഠിപ്പിക്കണേ? ക്രിസ്തു പറയുന്നത് ചെയ്യാൻ തയ്യാറാകണം. ക്രിസ്തു പറയുന്നത് ചെയ്യാൻ തയ്യാറാകണം, മറ്റൊരാൾ പറയുന്നതല്ല. അതാണ് ഇന്നത്തെ ലേഖനത്തിൽ പ്രത്യേകമായിട്ട് പറയാ, പല തിന്മകളുടെ നാരകീയ ശക്തികൾ നിങ്ങളുടെ ജീവിതങ്ങളെ തിന്മയുടെ ഏറ്റവും വലിയ കുപ്പുകുത്തലിലേക്ക് നിങ്ങളെ കടത്തിവിടുമ്പോൾ അവയിൽ നിന്ന് അകന്നു മാറാൻ, ഒഴിഞ്ഞു മാറാൻ നിങ്ങൾ തയ്യാറാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. തിന്മകളുടെ നാരകീയ ശക്തികളുടെ പ്രകടനം നിങ്ങളുടെ ജീവിതങ്ങളിലുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളെ ഒഴിഞ്ഞു മാറ്റാനായിട്ട്, മാറ്റിവെക്കാനായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ലേഖനത്തിലൂടെ. അപ്പം അതുകൊണ്ട് ക്രിസ്തു പറയുന്നത് ചെയ്യാനായിട്ടാണോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയമെടുക്കുക? ക്രിസ്തു നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നുണ്ട്, ഇതുമാത്രം ചെയ്യുക, നന്മ മാത്രം ചെയ്യുക. അല്ലേ? പഴയ നിയമത്തിലെ വായനയിൽ നമ്മൾ കേട്ടു, ദൈവകൽപ്പനകൾ അനുസരിച്ച് ദൈവഹിതം അറിഞ്ഞ് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ അനുഗ്രഹത്തിൻ്റെ, അടയാളങ്ങളുടെ, അത്ഭുതങ്ങളുടെ വലിയ സാക്ഷ്യമാകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും അന്വേഷിച്ച്
നിങ്ങൾ ഇന്ന് ഈ ഗാഗുൽത്ത നാഥൻ്റെ മുൻപിലേക്ക് കടന്നു വരുമ്പോൾ മാതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ അത്ഭുതങ്ങളും ഈ അടയാളങ്ങളുടെയും വലിയ നിക്ഷേപങ്ങളാകാൻ കർത്താവ് നിങ്ങളെ ക്ഷണിച്ചിരിക്കുകയാണ്. ആ കർത്താവിങ്കിലേക്ക് നിങ്ങളെ തന്നെ ചേർത്ത് വയ്ക്കുന്ന നിമിഷമാകണം നിങ്ങളിവിടെ ഈ ഗാഗുൽത്താനാഥനോടൊപ്പമായിരിക്കുമ്പോൾ. എന്താണ്? വീണ്ടും വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതാ കാണുന്നത് എന്താണ്? നിങ്ങളുടെ ജീവിതമാകുന്ന ഓരോ പാത്രങ്ങളും നിറയ്ക്കപ്പെടേണ്ടത് ഇവിടെ വെച്ചാണ്. നിങ്ങളുടെ ജീവിതമാകുന്ന ഓരോ പാനപാത്രങ്ങളും നിറയ്ക്കപ്പെടേണ്ടത് ഇവിടെ വെച്ചാണ്. ദൈവത്തിൽ നിന്ന് വലിയ കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ച് നിങ്ങളുടെ പാത്രങ്ങളെല്ലാം നിറച്ച് നിങ്ങൾ ഭവനങ്ങളിലേക്ക് കടന്നു ചെന്ന് നിങ്ങൾ ഓരോരുത്തർക്കായിട്ട് വീര്യമുള്ള വീഞ്ഞിൻ്റെ അനുഭവം പങ്കുവെക്കാനായിട്ട് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. വീര്യമുള്ള വീഞ്ഞിൻ്റെ അനുഭവം പങ്കുവെക്കാനായിട്ട് ഈ ഓരോ ക്ഷണങ്ങളെയും സ്വീകരിച്ച് സ്വന്തമാക്കി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മാതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള മാധ്യസ്ഥതയിലൂടെ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാകണം. മാതാവ് ഇപ്രകാരമാണ് ഉണ്ണിയേശുവിനെ ഉദരത്തിലേക്ക് വഹിക്കുക. പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ഏറ്റവും പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം, പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ഉണ്ണിയേശുവിനെ ഇതാ ഉദരത്തിലേക്ക് സ്വീകരിക്കുന്ന സമയം എന്ന് പറയുക പ്രാർത്ഥനയുടെ വലിയ നിമിഷങ്ങളാണ്. നമ്മുടെ ഭവനങ്ങളിൽ ഇന്ന് പ്രാർത്ഥനയ്ക്ക് നമ്മുടെ മക്കൾ, ജീവിത പങ്കാളികളെല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുന്ന സമയങ്ങളുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുകയും, നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥനകൾക്കായിട്ട് നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ മക്കൾ എല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുന്ന പ്രാർത്ഥനാ നിമിഷങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ അന്യം നിന്ന് പോയിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആത്മാവിൻ്റെ വലിയ നിറവ് നിങ്ങളുടെ ഭവനങ്ങളിൽ ആവശ്യിക്കപ്പെടുന്നത് പ്രാർത്ഥനയുടെ നിമിഷത്തിലാണ്. നമ്മൾ കാണുന്നുണ്ട് അപ്പസ്തോലന്മാരുടെ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ഇതാ മാതാവ് പ്രത്യേകമായിട്ട് ശിഷ്യന്മാരെ വിളിച്ച് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് സംഭവിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് നിറവ് നിങ്ങൾക്ക് സംഭവിക്കണമെങ്കിൽ ഇതാ ഈ ഗാഗുൽത്താനാഥനോടൊപ്പം നിങ്ങൾ സമർപ്പിച്ച് മാതാവിൻ്റെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷമുണ്ടാകണം. ഈ പ്രാർത്ഥനയുടെ നിമിഷത്തിലാണ് ആത്മാവിൻ്റെ നിറവ് സംഭവിക്കുകയും ഇതാ ശിഷ്യന്മാർ അവിടെ നിന്നിറങ്ങി കർത്താവിൻ്റെ വചനങ്ങൾ പങ്കുവെക്കുന്നവരായിട്ട് മാറ്റപ്പെടുക. ഓരോ മനുഷ്യനും അവരാഗ്രഹിക്കുന്ന, അവർ പ്രതീക്ഷിക്കുന്ന ആ വചനങ്ങൾ കൃത്യമായിട്ട് ആത്മാവിൻ്റെ നിറവിലൂടെ പങ്കുവെക്കപ്പെടുക അവരുടെ ഭാഷയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതിച്ചേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ നിമിഷവും ദൈവത്തിൻ്റെ കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കാനായിട്ട് ക്ഷണിക്കപ്പെട്ട് നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നിങ്ങൾ ആത്മാവിൻ്റെ നിറവുണ്ടാകണം.